ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃശൂർ നഗരത്തിൽ BJP സംഘടിപ്പിക്കുന്ന തിരങ്ക യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ഒരു യാത്രയിൽ ഭാഗമാകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പേരാണ് തിരങ്ക യാത്രയുടെ ഭാഗമാകുന്നത്. ത്രിവർണ്ണ കൊടികളേന്തി അവർ ആ ഒരു യാത്ര മുന്നോട്ട് നയിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ വർണ്ണാഭമായ ഒരു പരിപാടി തന്നെയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് വിവിധ ഇടങ്ങളിൽ നിന്നും ശക്തമായ പിന്തുണ, ഒപ്പം തന്നെ അഭിനന്ദനം ഒക്കെ തന്നെയും ലഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ BJP ഈ ഒരു തിരങ്ക യാത്ര സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സന്ദേശം കൂടിയാണ് BJP നൽകുന്നത്. ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടം ഭാരതം ഇനിയും തുടരുമെന്നുള്ളൊരു സന്ദേശം, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് എമ്പാടും അതിൻ്റെ വലിയ ആഘോഷങ്ങൾ, അതായത് ഭാരതം പാകിസ്ഥാനെ വലിയ രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭാരതീയരുടെ ഒന്നടങ്കം സ്വാഭിമാനം ഉയർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നിമിഷം അത് ജനങ്ങൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ ഇപ്പോൾ തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തിരങ്ക യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപ് അദ്ദേഹം അയ്യന്തോളിലുള്ള അമർ ജവാൻ സ്മാരകം അവിടെ പുഷ്പാർച്ചന നടത്തുകയുണ്ടായി. അതിനുശേഷം നടുവിലാലിലേക്ക് എത്തി. ഇവിടെ നടുവിലാലിൽ തേങ്ങയുടച്ച് അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആ തിരങ്ക യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ത്രിവർണ്ണ കൊടികൾ ഏന്തിക്കൊണ്ട്, അതുപോലെ തന്നെ ബലൂണുകളും മറ്റുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാരതാംബയുടെ വേഷമണിഞ്ഞ കുട്ടികളും മറ്റുമൊക്കെ അണിനിരന്നുകൊണ്ടാണ് ഈ ഒരു തിരങ്ക യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തീർത്തും വർണ്ണാഭമായിട്ടുള്ള കാഴ്ച, വളരെ ആവേശകരമായിട്ടുള്ള കാഴ്ച അതുതന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കാണുന്നത്. ഏതായാലും സംസ്ഥാനത്ത് നമുക്ക് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള തിരങ്ക യാത്രകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ വളരെ വലിയൊരു ആവേശത്തോടു കൂടെ തന്നെ നിരവധി ആളുകളെ അണിനിരത്തിക്കൊണ്ട്, നിരവധി ദേശഭക്തർ, ദേശസ്നേഹികൾ അണിനിരന്നുകൊണ്ടുള്ള ആ ഒരു തിരങ്ക യാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാക്കളെയും നമുക്ക് ഈ കേന്ദ്രമന്ത്രിക്കൊപ്പം ആ തിരങ്ക യാത്രയിൽ കാണാൻ സാധിക്കും. BJPയുടെ മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ നാഗേഷ്, B ഗോപാലകൃഷ്ണൻ, ഉല്ലാസ് ബാബു തുടങ്ങിയ നേതാക്കളെയും മറ്റുമൊക്കെ നമുക്ക് ആ യാത്രയിൽ കാണാൻ സാധിക്കും. എല്ലാവരും വലിയ ആവേശത്തോടു കൂടെ തന്നെ ഈ തിരങ്ക യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഭാരത സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, രാഷ്ട്രത്തിന്റെ പ്രധാന സേവകനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഈ ഒരു തിരങ്ക യാത്ര നടക്കുന്നത്. ഏതായാലും ഈ നടുവിലാലിൽ നിന്നും തെക്കേ ഗോപുര നട വരെയാണ് ഈ തിരങ്ക യാത്ര നടത്തുന്നത്. എല്ലാവരും ആവേശത്തോടു കൂടി ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ട് അങ്ങനെ ഈ തിരങ്ക യാത്രയിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു ആൾക്കൂട്ടം, വലിയ ഒരു ദേശസ്നേഹികളുടെ വലിയ തിരക്ക്, കുഞ്ഞുങ്ങളൊക്കെ, ഒരുപാട് കുഞ്ഞുങ്ങളെയും മറ്റുമൊക്കെ നമുക്ക് ഈ തിരങ്ക യാത്രയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആ തിരങ്ക യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ നടുവിലാലിൽ നിന്നും ദേശസ്നേഹികൾ ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹമാണ് ഈ തിരങ്ക യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട്, ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ട് അങ്ങനെ തിരങ്ക യാത്ര തൃശ്ശൂരിൻ്റെ മണ്ണിൽ പുരോഗമിക്കുന്നു. നമുക്കറിയാം, പെഹൽഗാം, ആ പെഹൽഗാമിൽ വിനോദസഞ്ചാരികളായ നമ്മുടെ ജനങ്ങളെയാണ് പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരർ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ 28 ജീവനുകൾ, ആ ജീവനുകൾക്ക് പകരം ചോദിക്കണമെന്നത് രാജ്യത്തെമ്പാടും ഉയർന്ന പ്രധാന ആവശ്യമായിരുന്നു. രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ട, ജനങ്ങളുടെ എല്ലാം ഏക ആവശ്യമായിരുന്നു ആ പാകിസ്ഥാൻ്റെ
പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നെത്തിയ ഭീകരവാദികളുടെ ആ ഭീകരതയ്ക്ക് ഒരു മറുപടി നൽകണം എന്നുള്ളത്. ഏതായാലും ആ മറുപടി എങ്ങനെയായിരിക്കും ഭാരതം നൽകുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കി. തുടർന്നാണ് നമ്മൾ കണ്ടതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു ഓപ്പറേഷനിലൂടെ ശക്തമായ തിരിച്ചടി പാകിസ്ഥാനിലെ ഭീകരർക്ക്, പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് രാജ്യം നൽകിയത് നമ്മൾ കണ്ടതാണ്. ഏതായാലും രാജ്യത്തിൻ്റെ ആ ശക്തമായ തിരിച്ചടി ഏതായാലും ആ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വളരെയധികം ഞെട്ടിപ്പോയി എന്നുള്ളത് നമ്മൾ ഇന്നും കണ്ട കാഴ്ചകളാണ്. കാരണം പലതരത്തിലുള്ള ഓപ്പറേഷനുകളായിരുന്നു കേന്ദ്ര സർക്കാർ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയത്. ഒന്ന്, ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്തുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ ബോംബിട്ട് നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മറ്റൊരു വശത്ത് പാകിസ്ഥാന് ജലം നൽകാതെ, പാകിസ്ഥാന് അവരുടെ കൃത്യമായിട്ട് ആ സിന്ധു നദിയിലെ ജലം അവർക്ക് നൽകില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് പാകിസ്ഥാൻ ആ വെള്ളത്തിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾക്ക് ശേഷം വെള്ളത്തിന് വേണ്ടി ഭാരതത്തെ സമീപിച്ചതുമൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും മറ്റ് നയതന്ത്രപരമായിട്ടൊക്കെയുള്ള ഭാരതത്തിൻ്റെ വിജയം, ആ വിജയത്തിലെ ഒരു അഭിനന്ദിച്ചുകൊണ്ട്, സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട്, ഒപ്പം ഭാരതത്തിൻ്റെ പ്രധാന സേവകനെ അഭിനന്ദിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര തൃശ്ശൂരിൻ്റെ മണ്ണിൽ നടത്തുന്നത്. ഏതായാലും തൃശ്ശൂരിൻ്റെ മണ്ണിൽ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടി, ദേശസ്നേഹികളായ ഒരുപാട് ആളുകൾ കയ്യിൽ ത്രിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് ഇങ്ങനെ ഭാരതമാതാവിനെ ജയ് വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും രാജ്യമെമ്പാടുമുള്ള ദേശസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷങ്ങൾ അത് ഏറെ അഭിമാനകരമായ മുഹൂർത്തമാണ്. ആ അഭിമാനകരമായ മുഹൂർത്തത്തിൽ ഭാരതാംബയ്ക്ക് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രി സുരേഷ് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സ്വാഭിമാന യാത്ര, തിരംഗ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിന്റെ ആ കനത്ത തിരിച്ചടിക്കുള്ള, അല്ലെങ്കിൽ ഭീകരതയ്ക്ക് നൽകിയ കനത്ത മറുപടി, ആ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം നൽകിയ മറുപടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP ഈ ഒരു തിരംഗ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ശക്തമായൊരു ജനപങ്കാളിത്തം, ദേശസ്നേഹികളുടെ ഒരു ജനപങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തന്നെ ഭാഗമായത് നാരീശക്തിയാണ്. ആ നാരീശക്തിയുടെ ശക്തി എന്തെന്ന് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ നടത്തുന്ന ഈ ഒരു തിരംഗ യാത്രയിൽ മുന്നിൽ നിൽക്കുന്നത് നാരി ശക്തി തന്നെയാണ്. എന്തു തന്നെയായാലും വളരെ ആ ഒരു ആവേശമൊക്കെ തന്നെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തിരംഗ യാത്ര തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ത്രിവർണ്ണ പതാകയേന്തി നൂറുകണക്കിന് ആളുകളാണ്, അല്ലെങ്കിൽ അതിലും കൂടുതൽ ആളുകളാണ് ഈ ഒരു തിരംഗ യാത്രയുടെ ഭാഗമാകുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടും ഉറ്റുനോക്കിയ, അല്ലെങ്കിൽ ഭാരതം നൽകുന്ന ആ ഒരു തിരിച്ചടി, ഭീകരതയ്ക്കെതിരെ നൽകുന്ന മറുപടിക്കായുള്ള ആ ഒരു മറുപടി നൽകിയതിൻ്റെ ഒരു ആവേശവും അഭിനന്ദനവും തന്നെയാണ് സേനയ്ക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ BJP സംഘടിപ്പിക്കുന്ന ഈ ഒരു തിരംഗ യാത്രയിലൂടെ നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിശദമായ റിപ്പോർട്ടുകളാണ് അരുൺ ആലത്തൂരും നൽകിയത്.